കോമേഴ്സിൻ്റെ തേർഡ് മൊഡ്യൂളിൽ ടോർഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ടോർഷൻ്റെ ഒരു 3-4 പ്രോബ്ലംസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഈ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു 3-4 നമ്മൾ ഇതുവരെ ചെയ്ത കുറച്ച് സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് തന്നെ സോൾവ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് വൺ, എ സോളിഡ് ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടോർക്ക് ഓഫ് 100 Newton meter. Find the necessary shaft diameter if the allowable shear stress is 100 Newton per mm square and allowable twist is 3 degree per 10 diameter length of the shaft. Take G is equal to 1 into 10 raised to 5 Newton per mm square. ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ്. സോ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ 2 മെത്തേഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. സ്ട്രെങ്ത് മെത്തേഡും സ്റ്റിഫ്നെസ് മെത്തേഡും വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇതൊരു ടോർഷൻ്റെ പ്രോബ്ലമാണ്. സോ എന്ത് ചെയ്യുക, ടോർഷണൽ ഇക്വേഷൻ എഴുതുക. അതിൻ്റെ ആദ്യത്തെ 2 ടേംസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത് സ്ട്രെങ്ത് മെത്തേഡ്, ഫസ്റ്റ് ടേമും തേർഡ് ടേമും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സെയിം കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ്. സോ ഫൈൻഡ് ദ ഷാഫ്റ്റ് ഡയമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിട്ടുണ്ട് എന്താണ് ഷിയർ സ്ട്രെസ് ഈസ് 100 Newton per mm square. ടോ അലവബിൾ ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു 100 Newton per mm square. ടോർക്ക് ടി ഈസ് ഈക്വൽ ടു 100 Newton meter. സോ 100 Newton meterനെ ന്യൂട്ടൺ എം എമ്മിലേക്ക് മാറ്റുക. 100 into 10 raised to 3 Newton mm. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ട്വിസ്റ്റ് ഈസ് 3 degree. 3 degree എന്ന് പറയുന്നത് തീറ്റയാണ്. നമുക്ക് എപ്പോഴും ട്വിസ്റ്റ് എടുക്കേണ്ടത് റേഡിയനിലാണ്. സോ ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക. 3 into pi/180 റേഡിയൻ. സോ ടോട്ടൽ pi/60 റേഡിയൻസ് എന്നാവും ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റയുടെ വാല്യൂ. ആൻഡ് നെക്സ്റ്റ് തന്നിട്ടുള്ളത് പെർ 10 diameter ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ L ഈസ് ഈക്വൽ ടു 10D ആയിരിക്കും. പെർ 10 diameter ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നിരിക്കുന്നത് L ഈസ് ഈക്വൽ ടു 10D എന്നാണ് അതിന് മീനിങ്. ഓക്കെ, അപ്പം പിന്നെ G തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്ത ഷിയർ സ്ട്രെസ് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ സ്ട്രെങ്ത് മെത്തേഡ് വെച്ച് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ സ്ട്രെങ്ത് മെത്തേഡ് വെച്ച് ചെയ്യുമ്പം T ഈസ് ഈക്വൽ ടു pi/60 ടോ D ക്യൂബ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം, T/J ഈസ് ഈക്വൽ ടു ടോ ബൈ R. ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. സോ അതിൻ്റെ അകത്തുനിന്ന് ജെയ്ക്കും ആറിനും എല്ലാം എന്ത് ചെയ്യുക, ജെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആറിന് D/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് ടി കണ്ടുപിടിക്കണം. സോ അതിന് പകരം നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. T ഈസ് ഈക്വൽ ടു pi/60 ടോ D ക്യൂബ്. സോ അതിൻ്റെ അകത്തുനിന്ന് D ക്യൂബ് മാത്രം ഒരു സൈഡിലിടുക, ബാക്കിയെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ D ക്യൂബ് ഈസ് ഈക്വൽ ടു 16T ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ടോ. സോ D ക്യൂബാണിത്. സോ D എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയത് ഹോൾ ഡിവൈഡഡ് ബൈ ഹോൾ റൈസ് ടു 1/3. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് D ഈസ് ഈക്വൽ ടു 16T ബൈ പൈ ബൈ ടോ ഹോൾ റൈസ് ടു 1/3 ആയിരിക്കും. ഇനി ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 60 ഇൻറ്റു T തന്നിട്ടുണ്ട്, 100 into 10 raised to 3 ആണ് T. ടോ എന്ന് പറയുന്നത് 100 ആണ്. സോ 60 into 100 into 10 raised to 3 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 100 ഹോൾ റൈസ് ടു 1/3 ചെയ്യുമ്പം 17.21 mm എന്ന് നമുക്ക് കിട്ടും. സോ അതാണ് നമ്മുടെ ഡയമീറ്റർ ആസ് പെർ സ്ട്രെങ്ത് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയമീറ്റർ കണ്ടുപിടിക്കണം യൂസിങ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് മെത്തേഡാണ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് മെത്തേഡ്. സോ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോർഷണൽ ഇക്വേഷനകത്തെ T/J ഈസ് ഈക്വൽ ടു G⁻L എന്ന് പറയുന്ന ടേംസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഒന്നാമത്തെ ടേമും മൂന്നാമത്തെ ടേമും. T/J ഈസ് ഈക്വൽ ടു G⁻θ ഡിവൈഡഡ് ബൈ L. അതിൻ്റെ അകത്ത് J എന്ന് പറയുന്നത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. സോ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് Jയുടെ വാല്യൂ എന്താണ്, πd⁴ ഡിവൈഡഡ് ബൈ 32 ആണ് ഫോർ സോളിഡ് ഷാഫ്റ്റ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡയമീറ്റർ ഉള്ളൊരു സോളിഡ് ഷാഫ്റ്റാണ്. സോ അതിൻ്റെ J എന്ന് പറയുന്നത് πd⁴ ഡിവൈഡഡ് ബൈ 32. സോ ഇതിൻ്റെ അകത്തു നമുക്ക് എന്തെഴുതാം, J ഈസ് ഈക്വൽ ടു TL ഡിവൈഡഡ് ബൈ G⁻θ എന്ന് എഴുതാം. J മാത്രം ഒരു സൈഡിൽ കൊണ്ടുപോവുക, ബാക്കിയെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, ബാക്കിയെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോയി നമുക്ക് എങ്ങനെ എഴുതാം, J ഈസ് ഈക്വൽ ടു T ഇൻറ്റു L ഡിവൈഡഡ് ബൈ G⁻θ എന്ന് എഴുതാം, TL/G⁻θ. സോ അതാണ് അവർ നെക്സ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളത്, J ഈസ് ഈക്വൽ ടു TL ഡിവൈഡഡ് ബൈ G⁻θ. ഓക്കെ, സോ അതിൻ്റെ അകത്ത് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Jക്ക് πd⁴/32 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. πd⁴/32 ഈസ് ഈക്വൽ ടു T
എൽ ബൈ ജി തീറ്റ അല്ലെങ്കിൽ ടി ഇൻറ്റു എൽ എന്താണ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു എൽ ഈസ് ഈക്വൽ ടു 10 ഡി ആണ്. ഓക്കെ, സോ എൽ 10 ഡി ആണ്. ആ എൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ പൈ ഡി റെസ്റ്റ് 4/32 ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു എല്ലിന് പകരം 10 ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജി തീറ്റ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ അപ്പം ഇവിടെ ഒരു ഡി ഉണ്ട്, ഇവിടെ ഡി റേസ്റ്റ് 4 ഉണ്ട്. ആ ഡി റേസ്റ്റ് 4ൻ്റെ ഒരു ഡിയും കൂടെ പോയി കഴിയുമ്പോൾ ഡി ക്യൂബ് എന്ന് മാത്രം ഇവിടെ കിട്ടും. സോ ഡി ക്യൂബ് മാത്രം ഒരു സൈഡിലിടുക, ബാക്കി എല്ലാത്തിനെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. ആൻസർ ഡി ക്യൂബ് ഈസ് 1945.37 എന്ന് കിട്ടും. ഡി ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ 1945.37 ഹോൾ റേസ് ടു 1/3 ചെയ്യുക. ഡി എന്ന് പറയുന്നത് 12.48 എന്ന് കിട്ടും. അപ്പം ഡി എന്ന് പറയുന്നത് 12.48 കിട്ടി. ഇവിടുത്തെ ഡി 17.21 ആണ്. സോ രണ്ട് മെത്തേഡും വെച്ച് ചെയ്യുക. രണ്ട് മെത്തേഡിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണോ കിട്ടുന്നത് ആ വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ നെസസറി ഷാഫ്റ്റ് ഡയമീറ്റർ 17.21 ഓർ റൗണ്ട് ചെയ്ത് 18 mm എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ സിമിലർ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. സെക്കൻഡ് വൺ, ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് ടു ട്രാൻസ്മിറ്റ് 150 kW ഓഫ് പവർ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് പവർ P is equal to 150 kW എന്ന് തന്നിട്ടുണ്ട്. അറ്റ് 300 RPM എന്ന് തന്നിട്ടുണ്ട്, 300 RPM. സോ പവർ കിലോ വാട്ടിലാണ് തന്നിരിക്കുന്നത്, എന്ന് RPM തന്നിരിക്കുന്നത്. ദ അലവബിൾ ഷിയർ സ്ട്രെസ് ഈസ് 90 MPa ആണ് അലവബിൾ ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത്. സോ MPa മെഗാ പാസ്കൽ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം. MPa എന്ന് പറഞ്ഞാൽ അത് ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. MPa എന്ന് പറഞ്ഞാൽ അതിനെ ഡയറക്റ്റ് നമുക്ക് ന്യൂട്ടൺ പെർ mm² എന്ന് തന്നെ എഴുതാം. സോ ക്വസ്റ്റ്യന് 90 MPa എന്ന് പറഞ്ഞാൽ അത് 90 ന്യൂട്ടൺ പെർ mm² തന്നെ ആയിരിക്കും. ഓക്കെ, മാറിപ്പോവല്. ന്യൂട്ടൺ പെർ mm² കൺവേർഷൻ്റെ ആവശ്യമില്ല. ഒരു MPa ഈസ് ഈക്വൽ ടു 1 MPa ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ mm² ആണ്. So allowable shear stress is 19 MPa or 90 Newton per mm², and twist theta is 1 degree over 2 meter. 1 degree over 2 meter. അപ്പം ലെങ്ത് 2 meter ആണ്. 2 meter means 2000 mm. തീറ്റ 1 degree ആണ്. സോ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1 × π/180 ചെയ്യുമ്പം നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നെടുത്ത് എഴുതി. പവർ തന്നിട്ടുണ്ട് 150, RPM തന്നിട്ടുണ്ട്, ടോ 90 MPa അല്ലെങ്കിൽ 90 ന്യൂട്ടൺ പെർ mm² തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് 0.017 റേഡിയനിലേക്ക് നമുക്ക് കിട്ടി. L 2000 mm ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ C അല്ലെങ്കിൽ G മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നിട്ടുണ്ട് 90 GPa എന്ന് പറഞ്ഞാൽ 90 × 10⁻³ ന്യൂട്ടൺ പെർ mm². MPa ആകുമ്പം ന്യൂട്ടൺ പെർ mm², GPa ആകുമ്പം 10⁻³ ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, പവറിൻ്റെ ഇക്വേഷൻ. പവർ P is equal to 2π×NT/60 ആണ്. പവർ P is equal to 2π×NT/60. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ് വെച്ചിട്ടും കണ്ടുപിടിക്കണം. സോ രണ്ട് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടോർക്ക് ടിയുടെ വാല്യൂ നമുക്കറിയത്തില്ല. ഓക്കെ, സോ ടോർക്ക് ടിയുടെ വാല്യൂ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കണം, ഈ പറയുന്ന ടി. സോ ടി കിട്ടണമെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് ടി മാത്രമേ ഉണ്ടാവുള്ളൂ അൺനോൺ. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. പവർ പിക്ക് വരെ 150 കൊടുക്കുക. 2π/300 × T / 60. സോ ആ ടി മാത്രം ഒരു സൈഡിലിടുക, ബാക്കിയുള്ളതിനെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുക. സോ അപ്പോൾ നമുക്ക് അവിടുന്ന് ടിയുടെ വാല്യൂ കിട്ടും. സോ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.77 kN മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 4.77 kN മീറ്റർ അല്ലെങ്കിൽ 4.77 × 10⁻⁶ ന്യൂട്ടൺ mm കിട്ടും. ടോർക്ക് 4.77 × 10⁻⁶ ന്യൂട്ടൺ mm കിട്ടി. അപ്പോൾ ടി നമുക്ക് കിട്ടി. ടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ കേസ് 1 കൺസിഡറിങ് ഷിയർ സ്ട്രെസ് വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് മെത്തേഡ്. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്നുണ്ട് സ്ട്രെങ്ത് മെത്തേഡും നമ്മുടെ സ്റ്റിഫ്നെസ് മെത്തേഡ്. സോ ഷിയർ സ്ട്രെസ് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് മെത്തേഡ് T is equal to π/60 ടോ ഡി ക്യൂബ്. സോ ടി നമുക്ക് ഓൾറെഡി കിട്ടി. എത്ര കിട്ടി? 4.77 × 10⁻⁶ ന്യൂട്ടൺ mm കിട്ടി. ആ ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടിക്ക് 4.77 × 10⁻⁶ ഈക്വൽ ടു π/60 ടോ എന്ന് പറഞ്ഞാൽ 90 ഡി ക്യൂബ് അതേപോലെ അവിടെ ഇടുക. ആ ഡി ക്യൂബ് മാത്രം ഒരു സൈഡിലിടുക, ബാക്കിയുള്ള ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു ദിസ്, അല്ലെങ്കിൽ ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു 269926.8 എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് ഡി മാത്രം കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇവിടെ D² എന്ന് എഴുതിയിരിക്കുന്നത് D² അല്ല, D³ കേട്ടോ.
സോ ഡി ക്യൂബ് കിട്ടിക്കഴിയുമ്പം ഇതിനെ ഹോൾ റൈസ് ടു 1/3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി കിട്ടും. സോ ആൻസർ ഡി ഈസ് ഈക്വൽ ടു 64.6 mm എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഡി കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വൺ സ്റ്റിഫ്നെസ് മെത്തേഡ്. സോ കൺസിഡറിങ് ദ ആംഗിൾ ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ T/J = G⁻L വെച്ച് ആണ് ചെയ്യുന്നതിനാണ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും? π/32 d⁴ ആണ്. സോ ഈ ജെ മാത്രം ഒരു സൈഡിലിടുക, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഈ ജെ മാത്രം ഒരു സൈഡിലിട്ടിട്ട് ബാക്കി എല്ലാത്തിനെയും ഒരു സൈഡിൽ മറ്റൊരു സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ജെ ഈസ് ഈക്വൽ ടു TL / G⁻θ ആയിരിക്കും. ജെ ഈസ് ഈക്വൽ ടു TL / G⁻θ. സോ ജെ മാത്രം ഇവിടെ ഇടുക, πd⁴/32 അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും ടേംസ് അവർ ഇട്ടിട്ടുണ്ട്. സോ ജെ മാത്രം ഒരു സൈഡിലേക്ക് മാറ്റുമ്പം ജെയ്ക്കകത്ത് അൺനോൺ ആയിട്ട് എന്ത് ചെയ്യും? ഒരു d⁴ എന്ന് പറയുന്നൊരു ടൈം ഉണ്ട്. ആ d⁴ മാത്രം ഒരു സൈഡിലിടുക, ബാക്കി ടൈംസ് ഫുള്ള് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്താണ്? നമ്പേഴ്സാണ്. d⁴ മാത്രം അവിടെ അൺനോൺ വാല്യൂ ഉണ്ട്. സോ d⁴ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് d⁴ ഈസ് ഈക്വൽ ടു 6.3308 × 10⁷ എന്നൊരു വാല്യൂ കിട്ടും. ഈ പറയുന്ന ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോണം. ഇവർ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോണം. സോ d എന്ന് പറയുന്നത് d⁴ എന്ന് പറയുന്നത് ഈ പറയുന്ന 6.3308 × 10⁷ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് d കിട്ടണമെങ്കിൽ ഈ കിട്ടിയ ആൻസർ ഹോൾ റൈസ് ടു 1/4 ചെയ്യുക. സോ കിട്ടിയത് ഹോൾ റൈസ് ടു 1/4 ചെയ്തപ്പോൾ 89.2 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയത് 64.6, ഇവിടെ 89.2. സോ ഹയർ വാല്യൂ ആയിരിക്കും നമ്മളെപ്പോഴും എടുക്കേണ്ടത്. സോ ആൻസർ ഈസ് 89.2. സോ അതാണ് കൺസിഡറിങ് ആംഗിൾ ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ് വെച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഡയമീറ്റർ ആണ് ഹയർ വാല്യൂ. അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അനദർ പ്രോബ്ലം ഇൻ എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. ഈ കേസിൽ സർക്കുലർ ഷാഫ്റ്റ് ഹോളോ ഷാഫ്റ്റാണ് എടുക്കുന്നത്. ഇതിന് മുമ്പ് രണ്ടും സോളിഡ് ഷാഫ്റ്റ് ആയിരുന്നു. സോ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. The external diameter is 100 mm. ഔട്ടർ ഡയമീറ്റർ ആണ് 100 mm തന്നിരിക്കുന്നത്. ഇൻറ്റേർണൽ ഡയമീറ്റർ ഈസ് 60 mm. ഡി ഇന്നർ എന്ന് പറയുന്നത് 60 mm ആണ്. ഇത് അലവബിൾ ഷിയർ സ്ട്രെസ് ഇൻ ദ ഷാഫ്റ്റ് മെറ്റീരിയൽ ഈസ് 50 Nm/mm². ടോ തന്നിട്ടുണ്ട് 50 Nm/mm² ആണ് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ആംഗിൾ ഓഫ് ടെസ്റ്റ്. തീറ്റ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് ടെസ്റ്റ്. ഇഫ് ദ ലെങ്ത് ഈസ് 20 times the external diameter of the shaft, L is equal to 20 d outer ആണ് എങ്കിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. L is equal to 20 d outer എന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് G is equal to 8 × 10⁴ Nm/mm². സോ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എടുത്തെഴുതുക. ഫസ്റ്റ് വൺ ഔട്ടർ ഡയമീറ്റർ 100 mm, ഇന്നർ ഡയമീറ്റർ 60 mm, ടോ 50 Nm/mm², G 8 × 10⁴ Nm². നെക്സ്റ്റ് വൺ L is equal to 20 d outer അല്ലെങ്കിൽ L is equal to 20 into outer diameter is 100 mm. So 20 into 100 2000 mm ആണ്. Lൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2000 mm ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ടോർക്ക് ടി കണ്ടുപിടിക്കാം. ടോർക്ക് ടി ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? ഇതാണ് നമ്മുടെ ഒരു ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷൻ. സോളിഡ് ഷാഫ്റ്റ് ആകുമ്പോൾ നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു എന്താണ്? π/60 ടോ d³ എന്നങ്ങ് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഹോളോ ഷാഫ്റ്റ് ആകുമ്പോൾ അങ്ങനെയല്ല. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? π/60 ടോ d outer raised to 4 - d inner raised to 4 divided by d outer. ഇക്വേഷനിൽ ഡൗട്ടുള്ളവർ ടോർഷൻ്റെ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് ടോർഷൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് ഇക്വേഷൻസ് ഓരോന്നും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ. സോ ഇക്വേഷൻസ് ഒന്നുകൂടെ കണ്ടിട്ട് ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. സോ ടോർക്ക് ഇക്വേഷൻ ഈസ് π/60 ടോ ഇൻറ്റു d outer raised to 4 - d inner raised to 4 ഹോൾ ഡിവൈഡഡ് ബൈ d outer. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. π/60 ടോ എന്ന് പറഞ്ഞാൽ 50, ഔട്ടർ ഡയമീറ്റർ 100 100 raised to 4 - ഇന്നർ ഡയമീറ്റർ 60 60 raised to 4 ഹോൾ ഡിവൈഡഡ് ബൈ 100. സോ ഇത്രയും ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് T is equal to 8.54 × 10⁶ Nm എന്ന് കിട്ടും. അതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തവർ 8.54 kN/m എന്ന് എഴുതിയെന്നേ ഉള്ളൂ. സോ T is equal to 8.545 × 10⁶ Nm. സോ
നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തീറ്റയാണ്. സോ തീറ്റ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിഫ്നെസ് മെത്തേഡ് എടുക്കാം. സ്ട്രെങ്ത് മെത്തേഡ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം അതിൻ്റെ അകത്ത് T/J = τ/r എന്നേ വരുന്നുള്ളൂ. തീറ്റ എന്ന് പറയുന്ന ഒരു ടേം വരുന്നില്ല. സോ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുക, T/J = Gθ/L. സോ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തീറ്റയാണ്. സോ കണ്ടുപിടിക്കേണ്ടത് തീറ്റ ആയതുകൊണ്ട് തന്നെ തീറ്റ മാത്രം ഒരു സൈഡിലിടുക, ബാക്കിയുള്ള എല്ലാ ടൈംസും എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. തീറ്റ മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുക. തീറ്റ മാത്രം ഒരു സൈഡിലിടുക എന്ന് പറഞ്ഞാൽ T/L/J ആണ് തീറ്റ എന്ന് പറയുന്നത്, അല്ലേ? ഈ ഇക്വേഷൻ്റെ അകത്ത് തീറ്റ മാത്രം ഒരു സൈഡിലിട്ട് നോക്കിയാൽ മതി. T/L/J = തീറ്റ എന്ന് കിട്ടും. സോ അപ്പോൾ നമുക്ക് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂസും അതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ വാല്യൂ ഇതിൻ്റെ അകത്തേക്ക് ഓരോന്ന് വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ടി എത്രയാണ്? 8.54 × 10⁴ ന്യൂട്ടൺ mm ആണ്. നെക്സ്റ്റ് വൺ ജെ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയില്ല, ജെ കണ്ടുപിടിക്കണം. പക്ഷേ ജെയുടെ ഇക്വേഷൻ നമുക്കറിയാം. π/32 d outer raised to 4 - d inner raised to 4. ഇതെല്ലാം ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ടാണ്. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. സോ നന്നായിട്ട് പഠിക്കുക. J = π/32 d outer raised to 4 - d inner raised to 4. സോ അപ്പം π/32 d 100 ആണ്. 100 raised to 4 - 60 raised to 4. ആൻസർ 8.545 × 10⁶ എന്ന് കിട്ടും. അപ്പം ജെയുടെ ആൻസർ കിട്ടി. J is 8.54 × 10⁶. ടി നമുക്ക് കിട്ടി 8.545 × 10⁴. ജി നമുക്കറിയാം എത്രയാണ്? 8 × 10⁴ ആണെന്നറിയാം. എൽ നമുക്കറിയാം 2000 ആണെന്നറിയാം. അപ്പം ഇതിൻ്റെ ടേംസ് ഓരോന്നും നമുക്കറിയാം. T/L/J × G. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടി ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. T/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ന്യൂമറേറ്റർ. നെക്സ്റ്റ് വൺ ജെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ജി ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ എന്ത് കിട്ടും? ഈ വാല്യൂസ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ ഈസ്, നമുക്ക് എപ്പോഴും റേഡിയനിലായിരിക്കും ആൻസർ കിട്ടുന്നത്. 0.025 റേഡിയൻസ് നമുക്ക് ആൻസർ കിട്ടും. 0.025 റേഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ റേഡിയനെ കൺവേർട്ട് ചെയ്യാൻ എന്താണ്? π/180 വെച്ചാണ് നമ്മൾ ഡിഗ്രിയിലുള്ളതിനെ, അല്ലേ? ഓർക്കുന്നില്ല, നമ്മൾ ഡിഗ്രിയിലുള്ളതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് π/180 ആണ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. സോ റേഡിയനിലുള്ളതിനെ തിരിച്ച് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 180 / π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 180 / π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് പൈ ആണ്. 180 / π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 0.025 കിട്ടി. സോ 0.025 × 180 / π ചെയ്യുമ്പോൾ 1.43 കിട്ടും. സോ ആൻസർ ഈസ് 1.43 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ മൊഡ്യൂൾ തൽക്കാലം ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നത് നിർത്തുകയാണ്. ഇനി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം.